ഷിബു മീരാൻ, ഇവിടെ നോക്കുക, കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം എടുക്കുക. അപ്പോൾ മുനമ്പം വിഷയം നമുക്കറിയാം. ആ വിഷയം എങ്ങനെയാണ് രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിലെ ഭിന്നതയ്ക്ക് വേണ്ടി സംഘപരിവാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നും നാം കണ്ടതാണ്. ഇത് ഒരു തിരിച്ചറിവിന് ഇടയാക്കുമോ? അതായത് മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കുന്ന ചെന്നായയാണ് മറുപക്ഷത്ത് എന്ന് ഈ ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയുമോ? തീർച്ചയായും അജിംസ്, നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, സംഘപരിവാറിന്റെ ഒരു അജണ്ട അത് വളരെ പ്രഖ്യാപിതമായ ഒന്നാണ്. അവർ അവരുടെ ശത്രുക്കളെ ആദ്യാവസാനം എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ച് ഓർക്കാറുണ്ട്. പക്ഷേ 2008 ഖണ്ഡമാൽ വംശഹത്യ അവിടെയുണ്ട്. അപ്പോൾ ആൾക്കൂട്ട ഭീകരത, അതിപ്പോൾ മോഡി ഇന്ത്യയിൽ ഒരു മുസ്ലിം വിരുദ്ധ സംഗതി എന്ന നിലക്കാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിൽ ആൾക്കൂട്ട ഭീകരതയുടെ ഏറ്റവും ക്രൂരമായ മുഖത്തിന് നാം സാക്ഷ്യം വഹിച്ചത് ഒറീസയിൽ ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളെയും ഒരു ട്രക്കിലിട്ട് ചുട്ടുകൊന്നപ്പോഴായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യയിൽ എത്ര ആക്രമണങ്ങൾ ഇവിടുത്തെ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ അത്രയോ അതിലേറെയോ ക്രൈസ്തവ സമൂഹത്തിനെതിരെ രാപകൽ ഭേദമന്യേ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് 2021 ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ ക്രൈസ്തവ സന്യാസിനിമാർക്കെതിരെ സമാനമായ ഒരു സംഭവം ഉണ്ടായി. പിന്നീട് ഇങ്ങോട്ട് നിയമനിർമ്മാണങ്ങളുടെ ഒരു ഘട്ടം വന്നു. അപ്പോൾ പൗരത്വം പോലെയുള്ള ചില നിർമ്മാണങ്ങളിലൂടെ മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്തതുപോലെ തന്നെ കൃത്യമായി ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, ഇന്ത്യയിലെ കുഗ്രാമങ്ങളിൽ പോലും വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുള്ള നിസ്വാർത്ഥ സേവനത്തിന് പേര് കേട്ട ഈ മിഷണറി പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ ഇവർ കൊണ്ടുവന്ന നിയമങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഈ മതപരിവർത്തന നിരോധന നിയമങ്ങൾ. ആ നിയമങ്ങളുടെ പിന്നിൽ അപകടം നോക്കൂ. ഇവിടെ പറഞ്ഞല്ലോ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് ആചരിക്കാനും അത് പ്രബോധനം ചെയ്യാനും അവകാശം കൊടുക്കുന്ന ആർട്ടിക്കിൾ 25 പ്രകാരം അവകാശം കൊടുക്കുന്ന ഇന്ത്യൻ ഭരണഘടന, ആ മൗലിക അവകാശങ്ങളിൽ ഇവർക്ക് തൊടാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇവർ നിർബന്ധിത മതപരിവർത്തനം എന്ന പുതിയ സംഗതി കൊണ്ടുവരും. എന്നിട്ടോ ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിലെ നിയമം തന്നെ അജിംസെ പരിശോധിച്ചാൽ ഇത് റീകൺവെർഷൻ ആണെങ്കിൽ, ഖർവാപ്പസി ആണെങ്കിൽ DM-നെ ഒന്ന് അറിയിച്ചിട്ടത് ചെയ്യാം. എന്നാൽ കൺവെർഷൻ ആണെങ്കിലോ 60 ദിവസം മുൻപേ നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുത്തൊരു പരാതി വന്നാൽ ബർഡൻ ഓഫ് പ്രൂഫ് ആർക്കാണ്? നിർബന്ധിതമായിട്ടല്ല മതപരിവർത്തനം നടത്തുന്നത് എന്ന് തെളിയിക്കേണ്ടത് ഈ മതപരിവർത്തനം നടത്തുന്ന ആളാണ്. ഇപ്പൊ നോക്കൂ, ഛത്തീസ്ഗഡിൽ എന്താ സംഭവിച്ചത്? അവിടെ രേഖകൾ പരിശോധിച്ചു. ഒരു ക്രൈസ്തവ സന്യാസിനിമാരോടൊപ്പം 2 പെൺകുട്ടികളും അവരുടെ സഹോദരനും യാത്ര ചെയ്യുന്നു. ആ യാത്ര നിയമപരമാണ് എന്ന് തെളിയിക്കാൻ വേണ്ട എല്ലാ രേഖകളോടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അവിടെ ഒരു പരിശോധന നടത്തി അവരെ വിട്ടയക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ ബജ്രംഗ് ദളിന്റെ കുറെ പ്രവർത്തകർ വരുന്നു. ഇന്നിപ്പോൾ കോടതിക്ക് മുന്നിലും അവരെത്തുകയാണ്. എന്നിട്ടോ കോടതി NIAക്ക് വിടുക. NIA എപ്പോഴും ഒരു കേസ് പരിശോധിക്കുക. ഈ രാജ്യത്തിന്റെ ദേശസുരക്ഷ, രാജ്യത്തിന്റെ പരമാധികാരത്തെയൊക്കെ അപകടപ്പെടുത്തുന്ന ഗൗരവതരമേറിയ കുറ്റകൃത്യങ്ങളല്ലേ NIA പരിശോധിക്കേണ്ടത്? ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നടക്കുമ്പോൾ ഇന്ന് അത് NIAക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുന്നത്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് സംഘപരിവാറിന്റെ ആൾക്കൂട്ട ഭീകരതയാണ്. ആരാധനാ സ്വാതന്ത്ര്യം ഇതിന്റെ ഏറ്റവും പ്രാഥമികമായ ലെവലാണല്ലോ. ഈ കഴിഞ്ഞ മാസമൊക്കെ രാജസ്ഥാനിൽ നിന്നൊക്കെ പുറത്തു വന്ന വീഡിയോകളിൽ കാണുന്നത് അജിംസെ, ഇവര് ഞായറാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ അവിടേക്ക് മുദ്രാവാക്യം വിളികളുമായി വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ മുഖത്തടിക്കാണ്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ഇതൊക്കെ നിർബാധം ഉത്തരേന്ത്യയിൽ തുടരുമ്പോഴാണ് അജിംസ് ഈ കേരളത്തിൽ ഒന്ന് ക്ലച്ച് പിടിക്കണമെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ പയറ്റി തെളിഞ്ഞ ആ തന്ത്രം ഇവിടെ ഒന്ന് പരീക്ഷിച്ച് കളയാം. ക്രൈസ്തവ സമൂഹത്തെ ഏതെങ്കിലും നിലക്ക് അടുപ്പിക്കാം. ആർക്കും ഒരു വിരോധമില്ല. ആ സമൂഹം നേരിടുന്ന ജീവിത പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് അത് മുഖ്യ അജണ്ടയായി സ്വീകരിച്ച് അവിടെ കൂടെ നിർത്താൻ BJP ശ്രമിക്കുന്നെങ്കിൽ ആർക്കാ പ്രശ്നം? ഇവിടെ ഒരു നെറുകേട് കാണിച്ചു ഇവര്. കേരളത്തിന്റെ പൊതുവായ മതസൗഹാർദ്ദത്തെ, സവിശേഷമായി ഇവിടെ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ക്രൈസ്തവ മുസ്ലിം സാഹോദര്യത്തെ തകർക്കാൻ കാസ പോലെയുള്ള സംഘടനകൾക്ക് ചെലവും കൊടുത്ത് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ഇവരാളി കത്തിച്ചു. മുനമ്പൊക്കെ അതിന്റെ തുടർ. പക്ഷെ ഇപ്പോ ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിൽ ഇപ്പോൾ മീഡിയ 1 മാത്രമല്ല, കേരളത്തിലെ എല്ലാ ചാനലുകളും ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മലയാളികളായ 2 സന്യാസിനിമാർ അവർ ഛത്തീസ്ഗഡിൽ അവർ ജപമാലയും ബൈബിളുമായി യാത്ര ചെയ്ത തിരുവസ്ത്രം ധരിച്ച അവർ ഛത്തീസ്ഗഡിൽ ജയിലിലാകുമ്പോൾ കുറെ കൂടി ഉച്ചത്തിൽ, കുറെ കൂടി ഗൗരവത്തോടെ നമുക്കിത് ചർച്ച ചെയ്യാൻ ഒരു അവസരമായിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത് ഐസോലേറ്റഡ് ആയ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഇവിടുന്ന് കുറെ വിദ്വാന്മാർ പോയല്ലോ, ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പൊ എന്റെ സംശയം ഇവിടുന്ന് പോയവർ യഥാർത്ഥത്തിൽ അവിടെ ഈ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ച കാലാകാലം ഈ പാവപ്പെട്ട സന്യാസിന്മാർ ജയിലിൽ കിടക്കട്ടെ എന്ന് ഉറപ്പാക്കാൻ പോയവരാണ്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്റിന്റെ താഴെ ആയി വരുന്ന കമന്റുകൾ
സംഘപരിവാറുകളെ കുറിച്ച് അജിംസ് ചോദിച്ചല്ലോ, BJP പ്രതിനിധി. അദ്ദേഹം മറ്റു കാരണം ചർച്ചയിൽ പോയി, അദ്ദേഹത്തെ ആക്ഷേപിക്കല്ല. അജിംസ് എമ്പുരാൻ സിനിമയിൽ നമ്മൾ കണ്ടില്ലേ, ഈ കേരള സംഘികളുടെ, കേരള BJPയുടെ വില ഇത്രയേ ഉള്ളൂ. വണ്ടി പാതി എത്തുമ്പോൾ നീ ഒന്നും ചപ്പാത്തി തിന്നാത്തത് കൊണ്ട് നിനക്കൊന്നും ഹിന്ദി അറിയില്ല എന്ന് കരുതി പാതി വഴിയിൽ ഇവരിറക്കി വിടും. ഇന്ത്യയിലെ സംഘപരിവാറിന്റെ അജണ്ട ന്യൂനപക്ഷ വിരുദ്ധമായ, ദളിത് വിരുദ്ധമായ, മതനിരപേക്ഷമായ വർഗീയ രാഷ്ട്രീയമാണ്. കേരളത്തിൽ ഈ നീലക്കുറുക്കന്മാരെ പോലെ വന്ന് ഇവർ കാണിക്കുന്ന ഈ സ്നേഹത്തിന്റെ പിന്നിലെ യഥാർത്ഥ അജണ്ട കേരളത്തിന്റെ അധികാരം പിടിക്കുക എന്നത് മാത്രമാണ്. ആ അധികാരം കയ്യിൽ കിട്ടിയാൽ മണിപ്പൂരിനേക്കാൾ കൊടും ക്രൂരത കേരളത്തിൽ ചെയ്യാൻ മടിക്കാത്തവരാണ് എന്ന വലിയ തിരിച്ചറിവിലേക്ക് സംഘപരിവാറിന്റെ, ഇന്ത്യൻ ഫാഷിസത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം തിരിച്ചറിഞ്ഞ് ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഇവിടുത്തെ ക്രൈസ്തവർ, ഇവിടുത്തെ ദളിതർ, ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗക്കാർ, ഇവിടുത്തെ മതനിരപേക്ഷവാദികൾ അവർക്കൊറ്റക്കെട്ടായി സംഘപരിവാറിനെ പ്രതിരോധിക്കാനുള്ള ഒരവസരമായി ഇത് മാറണം എന്ന ആഗ്രഹം എൻ്റെ പാർട്ടിക്കുണ്ട്. എല്ലാ അർത്ഥത്തിലും ജയിലിൽ കിടക്കുന്ന ആ സന്യാസിനിമാരോട്, മനപ്രയാസം അനുഭവിക്കുന്നവരോട് ഞാൻ ഐക്യദാർഢ്യപ്പെടുന്നു. ശരി.